അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും. ഓഡിയോ നമ്പർ 17. വാഹനവും യാത്രയുമായി ബന്ധപ്പെട്ട ദിക്റുകൾ തുടരുന്നു. അൽ അദ്കാറിൽ നിന്ന് 63. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പൊതുവേ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ സുന്നത്തുണ്ട്. അതായത് യാത്രക്ക് ആണെങ്കിലും അല്ലെങ്കിലും വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറപ്പെടുമ്പോൾ ചൊല്ലുന്ന 2 ദിക്റുകളുണ്ട്. അതുൾപ്പെടെ യാത്രക്ക് പുറപ്പെടുമ്പോഴും ചൊല്ലൽ സുന്നത്തുണ്ട് എന്നർത്ഥം. 1. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹി, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കുന്നു, ഭരമേൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു മാറ്റവും ഒരു ശക്തിയും ഇല്ല എന്ന്. തിരുമുതി. ഇത് വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറപ്പെടുമ്പോൾ ചൊല്ലുന്ന ദിക്റാണ്. ദീർഘദൂര യാത്രയാണെങ്കിലും അല്ലെങ്കിലൊക്കെ. മറ്റൊരു ദിക്റ്, കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലിയിരുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ന് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിശ്ചയം ഞാൻ എന്നോട് കാവൽ തേടുന്നു, അൻ അദില്ല, ഞാൻ വഴി തെറ്റുന്നതിൽ നിന്ന്, ഔ ഉദല്ല, അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, ഔ അസില്ല, അല്ലെങ്കിൽ ഞാൻ തെറ്റിലേക്ക് സില്ലത്ത് വ്യതിചലിക്കുന്നതിൽ നിന്ന്, വഴുതി വീഴുന്നതിൽ നിന്ന്, ഔ ഉസല്ല, അല്ലെങ്കിൽ മറ്റൊരാളാൽ ഞാൻ തെറ്റിലേക്ക് വഴുതിപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, ഔ അദ്ലിമ, അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കുന്നതിൽ നിന്ന്, മറ്റൊരാളെ ഞാൻ ആക്രമിക്കുന്നതിൽ നിന്ന്, ഔ ഉദ്ലമ, അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, ഔ അജ്ഹല, അല്ലെങ്കിൽ ഞാൻ വിഡ്ഢികളുടെ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന്, ഔ യുജ്ഹല അലയ്യ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വിഡ്ഢിയാക്കുന്നതിൽ നിന്ന്. വളരെ പ്രസക്തമായിട്ടുള്ള ദിക്റാണ് ഇതൊക്കെ. ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ആലോചിച്ചാൽ വളരെയധികം പ്രസക്തി ഈ ദിക്റുകൾക്കൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. 64. വാഹനത്തിൽ കയറുമ്പോഴും കയറിയ ശേഷവും ചൊല്ലുന്ന ദിക്റുകൾ. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹ്, അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് 3 തവണ ചൊല്ലുക. കയറിയ ശേഷം, അതായത് ഇസ്തിവായിട്ട്, കയറിയിലൊന്ന് സെറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക, നിൽക്കുകയാണെങ്കിൽ നിന്ന് റെഡിയായ ശേഷം അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് ചൊല്ലുക. തുടർന്ന് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലുക. സുബ്ഹാന, പരിശുദ്ധനാണ്, അല്ലദീ, ഇങ്ങനെയുള്ള ഒരുത്തൻ, സഖറ ലനാ ഹാദാ, ഇതിനെ നമുക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു. ഇപ്പോൾ ഓട്ടോമൊബൈൽസ്, ആധുനിക രൂപത്തിലുള്ള വാഹനങ്ങളാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ഇത് ബാധകമാണ്. പണ്ട് മൃഗങ്ങളായിരുന്നല്ലോ. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇതിനെ ഞങ്ങൾക്ക് ഇണക്കാൻ സാധിക്കുമായിരുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധിച്ചത്, അള്ളാഹു അനുവദിച്ചതുകൊണ്ട് മാത്രം. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് നിശ്ചയം തിരിച്ചെത്തുന്നവർ തന്നെയാകുന്നു. അതായത് ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ വാഹനപ്പുറത്ത് ഷോർട്ട് യാത്രയാണെങ്കിൽ പോലും അവിടെ എന്ത് നമ്മൾ ഓർക്കുകയാണ്? പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ സ്മരിക്കുകയാണ്. ഇനി തുടർന്ന് അൽഹംദുലില്ലാഹ് എന്ന് 3 തവണ ചൊല്ലുക. വീണ്ടും അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്ന് 3 തവണ ചൊല്ലുക. തുടർന്ന് സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് അല്ലാഹുവേ. ഇന്നി, നിശ്ചയം ഞാൻ, ഖദ് ളലംതു നഫ്സി, എൻ്റെ നഫ്സിനോട്, എൻ്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഫഗ്ഫിർലി, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം നിശ്ചയം നീ അല്ലാതെ പാപങ്ങൾ, ദോഷങ്ങൾ പൊറുക്കുന്നവൻ ഇല്ല എന്ന്. തിരുമുതി. അപ്പോൾ ഇനി ദീർഘദൂര യാത്ര ചെയ്യുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളും ഇപ്പോൾ ഈ പറഞ്ഞ ദിക്റുകളും ചൊല്ലാം. കൂടാതെ 65. ഒരു യാത്രയ്ക്ക് വേണ്ടി വാഹനം കയറിയതാണെങ്കിൽ, അതായത് ദീർഘദൂര യാത്രയാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പറഞ്ഞ ദിക്റുകൾ കൂടാതെ മറ്റു ചില ദിക്റുകൾ കൂടിയുണ്ട്. അതായത് അല്ലാഹു അക്ബർ എന്ന് 3 തവണ ചൊല്ലാം. തുടർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക: സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് നേരത്തതിലും വന്നതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫി സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദ. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر
വൽ ഖലീഫത്തു ഫിൽ അഹ്ലി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫരി വകാബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നേരത്തെ പറഞ്ഞതാണ്. അല്ലാഹുമ്മ അല്ലാഹു ഇന്നാ നസ്അലുക നിശ്ചയം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഫീ സഫരിന ഹാദ ഞങ്ങളുടെ ഈ യാത്രയിൽ അൽ ബിർറ ഗുണത്തെ വത്തഖ്വ ഭയഭക്തി അള്ളാഹുവിനുള്ള ഭയഭക്തിയും വമിനൽ അമലി കർമ്മങ്ങളിൽ നിന്ന് മാത്രം നീ ഇഷ്ടപ്പെടുന്നു, അതായത് നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ മാത്രം ഈ യാത്രയിൽ ചെയ്യാൻ. അല്ലാഹുമ്മ അല്ലാഹു ഹവ്വിൻ അലൈന സഫറന ഹാദ ഞങ്ങളുടെ ഈ യാത്ര നീ ലഘുവാക്കണേ, എളുപ്പമാക്കണേ. വതുവി അന്നാ ബുഅദ അതിൻ്റെ ദൂരം ഞങ്ങൾക്ക് നീ ചുരുട്ടിത്തരണേ. ദൂരം കുറച്ച് തരാൻ എന്നാൽ വേഗത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ആശയം. അല്ലാഹുമ്മ അന്ത സ്വാഹിബു ഫിസ് സഫരി വൽ ഖലീഫത്തു ഫിൽ അഹ്ലി അല്ലാഹുമ്മ അല്ലാഹു അന്ത സ്വാഹിബു ഫിസ് സഫരി യാത്രയിൽ ഞങ്ങളുടെ കൂട്ട് നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ലി ഞങ്ങളുടെ കുടുംബത്തിൽ നീയാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ നീയാണ് ഞങ്ങളുടെ പ്രതിനിധി അല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു പോന്നിട്ടുള്ളത് നിന്നെയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫരി വകാബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക നിശ്ചയം ഞാൻ നിന്നോട് കാവൽ തേടുന്നു മിൻ വഅസാഇസ് സഫരി അതായത് യാത്രയുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന് വകാബത്തിൽ മൻദരി ചീത്തയായിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി സമ്പത്തിലും കുടുംബത്തിലും മോശമായ മാറ്റങ്ങൾ വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന്. ഇനി മറ്റൊരു പ്രാർത്ഥന ഏകദേശം സമാനമായിട്ടുള്ള പദങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അല്ലാഹുമ്മ അന്ത സ്വാഹിബു ഫിസ് സഫരി വൽ ഖലീഫത്തു ഫിൽ അഹ്ലി അല്ലാഹുമ്മ ഇസ്ബഹ്ന അല്ലാഹുമ്മ ഇസ്ബഹ്ന എന്നാണ് ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ഇസ്ബഹ്ന ഫി സഫരിന വഖ്ലുഫ്ന ഫി അഹ്ലിന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫരി വകാബത്തിൽ മുൻഖലബി ومن الحور بعد الكور ومن دعوة المظلوم ومن سوء المنظر في الأهل والمال اللهم الله أنت صاحب في السفر നീയാണ് യാത്രയിൽ ഞങ്ങളുടെ കൂട്ട് വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ ഞങ്ങളുടെ കുടുംബത്തിൽ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇസ്ബഹ്ന ഫി സഫരിന ഞങ്ങളുടെ യാത്രയിൽ നീ കൂട്ടാകണേ. വഖ്ലുഫ്ന ഫി അഹ്ലിന ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഖലീഫയാവണേ, പ്രതിനിധിയാകണേ. അല്ലാഹുമ്മ അല്ലാഹു ഇന്നി അഊദു ബിക നിശ്ചയം ഞാൻ നിന്നോട് കാവൽ തേടുന്നു മിൻ വഅസാഇസ് സഫരി യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് വകഅബത്തിൽ മുൻഖലബി ചീത്തയായ മാറ്റങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചീത്തയായ തിരിച്ചുവരവിൽ നിന്ന് ഒക്കെ. വമിനൽ ഹൗരി ബഅദൽ കൗർ കൗറിന് ശേഷം ഹൗർ വരുന്നതിൽ നിന്ന്. കൗർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പിന്നെ നല്ല അവസ്ഥക്ക് ശേഷം ഒരു ചീത്ത അവസ്ഥ വരുന്നതിൽ നിന്ന്. വമിൻ ദഅവത്തിൽ മദ്ലൂമി ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയിൽ നിന്ന്, അതായത് അതിന് ഞാൻ ഇരയാകുന്നില്ല, ഞാൻ മറ്റൊരാളെ ആക്രമിച്ചിട്ട് അയാൾ എനിക്കെതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ. വമിൻ സൂഇൽ മൻദരി ഫിൽ അഹ്ലി വൽ മാൽ അഹ്ൽ കുടുംബത്തിലും മാൽ സമ്പത്തിലും ചീത്തയായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവുന്നതിൽ നിന്നും ഞാൻ എന്നോട് കാവൽ തേടുന്നു. ഇനി മടക്കയാത്രയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫി സഫരിന ഹാദാൽ ബിർറ വത്തഖ്വ എന്നൊക്കെ പറഞ്ഞ ദിക്റുണ്ടല്ലോ, അത് ചൊല്ലുക. അത് കൂടാതെ തിരിച്ചു വരുമ്പോഴേ അതുകൂടെ ചൊല്ലി ഈ ദിക്റുകൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ. ആയിബൂന ഞങ്ങൾ തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു. തായിബൂന തൗബ ചെയ്തവരായി, പശ്ചാത്തപിച്ചവരായി. ആബിദൂന ലിറബ്ബിന ഞങ്ങളുടെ റബ്ബിന് ആരാധിച്ചവരായി, ഇബാദത്ത് ചെയ്യുന്നവരായി. ഹാമിദൂൻ അവനെ സ്തുതിക്കുന്നവരായും കൊണ്ട്. ഇനി 67 ഹജ്ജ് അല്ലെങ്കിൽ ഉംറ അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് ഇസ്ലാമിക മാർഗത്തിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കുന്നിൽ കയറുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് 3 തവണ ചൊല്ലിയതായിട്ട് ഹദീസുകളിൽ കാണാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുന്നിൻ മുകളിലെത്തുമ്പോൾ ഇങ്ങനെ ചൊല്ലും: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിന ഹാമിദൂൻ. സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു
വഹസമൽ അഹ്സാബ വഹ്ദ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു ഒരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്കു അവനാണ് പരമാധിപത്യം, അവനാണ് ആധിപത്യം. വലഹുൽ ഹംദ് അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ആയിബൂന ഞങ്ങൾ മടങ്ങിയെത്തുന്നു, തായിബൂന ഞങ്ങൾ തൗബ ചെയ്തവരായിക്കൊണ്ട്, ആബിദൂന ഞങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായിക്കൊണ്ട്, സാജിദൂന ഞങ്ങൾ സുജൂദിലായിക്കൊണ്ട്, ലി റബ്ബിന ഞങ്ങളുടെ റബ്ബിന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ഹാമിദൂൻ അവന് സ്തുതി അർപ്പിച്ചുകൊണ്ട്. സ്വദഖല്ലാഹു വഅദഹ് അള്ളാഹു അവൻ്റെ വഅദ കരാർ സത്യപ്പെടുത്തിയിരിക്കുന്നു. വനസ്വറ അബ്ദഹ് അവൻ അവൻ്റെ ദാസനെ സഹായിച്ചിരിക്കുന്നു. വഹസമൽ അഹ്സാബ വഹ്ദഹ് അവൻ സഖ്യകക്ഷികളെ, അതായത് അവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അവൻ ഒറ്റക്ക് ഉന്മൂലനം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു, തകർത്തിരിക്കുന്നു എന്നർത്ഥത്തിലാണ്.